രാവിലെ എണീറ്റ് കഴിക്കുന്ന തൈറോയിഡിൻ്റെ മെഡിസിൻ അത് കഴിച്ചിട്ട് ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ചൂടുവെള്ളം അതുപോലെ തന്നെ 4-5 ബിസ്ക്കറ്റും കഴിക്കും. അത് കഴിച്ചിട്ടില്ലെങ്കിൽ തലക്ക് ജസ്റ്റ് ഒരു വേദന പോലെ ഉണ്ടാവും. എന്തിനാ വെറുതെ അതിന് നിൽക്കണം. അത് കഴിഞ്ഞ് ഒരു 9 മണി 10 മണിയാകുമ്പോൾ നല്ല പുട്ടും അതേപോലെ തന്നെ പപ്പടം പിന്നെ കട്ടൻ ചായ അതിങ്ങനെ കുഴച്ചിട്ടിങ്ങനെ കഴിക്കണം. എന്താ ടേസ്റ്റ് വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ചെറിയ പ്രശ്നം വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ അടുക്കളയിൽ പോയിട്ട് വേഗം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുത്താത്താണ് ഈ കലത്തിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും, അതിങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കും. വേറെ എന്തെങ്കിലും പണി വേണ്ടേ. അത് കഴിഞ്ഞ് രാത്രി ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് സാമ്പാറും ഉണക്കമുളകും അതുപോലെ ഉണക്കമീനും. പിന്നെ ലാസ്റ്റ് ചോറ് കഴിഞ്ഞപ്പോഴാണ് ഇമ്മയുടെ വക കോഴിമുട്ട പൊരിച്ചത് കണ്ടത്. അത് വേഗം എടുത്ത് കഴിച്ച്. പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്താണ് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ, ജസ്റ്റ് ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ പോയിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിച്ച്. അപ്പോൾ പോക്കറ്റ് ഷവർമയും അതുപോലെ ഒരു കട്ട്ലേറ്റും ചായ പിന്നെ കഴിച്ചാണ്. പിന്നെ ഒരു കോഴിമുട്ട, അത് മുട്ട മസാലയുടെ അതേന്ന് എന്താ ടേസ്റ്റ് വെച്ചിട്ടാ. അതൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എന്നെ തിരിച്ചെത്തിയപ്പോണ്ട് രാവിലത്തെ പിട്ടിരിക്കണം. പിന്നെ ചിക്കൻ കറിയുണ്ട്, എന്തിനാ വെറുതെ കളയണം. അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരടി അടിച്ച്. അത് കഴിഞ്ഞപ്പോണ്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ മക്കളുടെ ഒരു ഐസ്ക്രീം ഉണ്ട്, അതും എടുത്ത് കഴിച്ച്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കോല് പിടിക്കുമല്ലോ. അതും കഴിഞ്ഞ് ലാസ്റ്റ് അലർജിയുടെ മെഡിസിനും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനി നാളെ. ഓക്കെ, ബൈ.